നമസ്കാരം. ധ്യാനം. ശിരസ്സിൽ നിന്ന് ഹൃദയത്തിലേക്ക് എന്ന ഒരു ധ്യാനം നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ശാക്തേയം കുറേ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തതിൽ വ്യത്യസ്തമായി പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ അഹംബോധം, ഈഗോ എങ്ങനെ നമുക്ക് നിരാകരിക്കാൻ കഴിയുമെന്ന സുദർഹ്യമായിട്ടുള്ള ഒരു പരിശീലനമാണ് ശിരസിൽ നിന്ന് ഹൃദയത്തിലേക്ക് എന്ന ധ്യാനം. പ്രധാനമായ വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശിരസില്ലാത്തവനാകാൻ ശ്രമിക്കുക, സ്വയം നിശിരസ്കനായി സങ്കല്പിക്കുക. അതായത് നമ്മളുടെ കഴുത്തിന് മേലെ ശൂന്യമാണ്. പിന്നീട് നമുക്ക് ചിന്തിക്കാനുള്ള ഉപാധി ഹൃദയമാണ്. ഹൃദയത്തിലേക്ക് നോക്കുക, ശിരസിൽ നിന്ന് ഹൃദയത്തിലേക്ക് നോക്കുക എന്നുള്ളതാണ് ഈ ധ്യാനത്തിൻ്റെ സാന്നിധ്യം. ശിരസില്ലാതെ ചരിക്കുക കേട്ടാൽ അസംബന്ധമെന്ന് തോന്നുമെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട പരിശീലന പദ്ധതികളിൽ ഒന്നാണ് ഇത്. ശ്രമിച്ചു നോക്കിയാൽ നമുക്കത് അറിയാനാകും. നടന്നുകൊണ്ടിരിക്കുമ്പോൾ സങ്കല്പിക്കുക നമ്മൾ നടക്കുകയാണെന്ന്. ആ സമയത്ത് ശിരസ് തലസ്ഥാനത്തില്ല, അവിടെ ഇല്ലാത്തവണ്ണം തോന്നുക. തുടക്കത്തിൽ അതുപോലെ മാത്രമായിരിക്കും. നമ്മൾ സങ്കല്പിച്ച് ഊഹിച്ച് ആണത് ചെയ്യുന്നത്. വളരെ വിചിത്രമായിട്ട് വിലക്ഷണവുമായിരിക്കും ആ സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്നത്. നിങ്ങൾക്ക് ശിരസിലെന്ന തോന്നൽ വരുമ്പോൾ അത് അപരിചിതവും നിർവചനിക്കാൻ കഴിയാത്തതുമായ ഒരവസ്ഥയായിരിക്കും നിങ്ങൾ വന്നു ചേരുന്നത്. എന്നാൽ ക്രമേണ നിങ്ങൾ ഹൃദയത്തിൽ സ്ഥിരവാസം ഉറപ്പിക്കും. കാരണം അന്ധന്മാർക്ക് ഒരു നിയമമുണ്ട്. ശ്രവണശക്തി കൂടുമെന്നും സംഗീതം കൂടുതൽ ആസ്വദിക്കാനാവുമെന്നുമുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. സംഗീതം കൂടുതൽ ആസ്വദിക്കാനാവുമെന്നുള്ള അവരുടെ കഴിവ്, അന്ധന്മാരുടെ സംഗീതത്തോടുള്ള പ്രതികരണ ശേഷി, അതുപോലെ അവരുടെ സംവേദനക്ഷമത ഗാഢമാണ്. എന്തുകൊണ്ടാണ് സാധാരണയായി കണ്ണിൽ കൂടി സഞ്ചരിക്കുന്ന ഊർജത്തിനിപ്പോൾ അവയിൽ കൂടി ചരിക്കാൻ കഴിയുന്നില്ല? അതിനാൽ അത് മറ്റൊരു പാത തിരഞ്ഞെടുത്തു. അത് ചെവിയിലൂടെ സഞ്ചരിക്കുന്നു. ഇപ്പോൾ ആ ഊർജം അത്രയും പുതിയൊരു വഴിയായി ചെവിയിലൂടെ അവർ ശ്രദ്ധിച്ചു തുടങ്ങി. അങ്ങനെയാണ് അവർക്ക് ആ എബിലിറ്റി കൈവരിക്ക് വന്നത്. അന്ധന്മാർക്ക് സ്പർശത്തോടൊപ്പമുള്ള സംവേദനക്ഷമത കൂടുതൽ അഗാധമായിരിക്കും. ഇതുപോലെ തന്നെ ഒരു അന്ധൻ നിങ്ങളെ സ്പർശിക്കുമ്പോൾ ആ വ്യത്യാസം നിങ്ങൾക്കത് അനുഭവപ്പെടും. കാരണം സാധാരണയായി നാം കണ്ണുകളിലൂടെയുള്ള സ്പർശനത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നാം പരസ്പരം മിഴികളിലൂടെ തൊടുന്നു. അന്ധന് കണ്ണുകൊണ്ട് തൊടാൻ കഴിയാത്തതിനാൽ ആ ഊർജം അയാളുടെ കൈകളിലൂടെ സഞ്ചരിക്കുന്നു. അയാളുടെ കൈകളിലൂടെ സഞ്ചരിക്കുകയും കണ്ണുള്ള ആരെക്കാളും സംവേദന തീവ്രതയുള്ളവരാണ് അന്ധന്മാർ. എപ്പോഴും അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, എന്നാലും അതാണ് പതിവ്. ഒരു കേന്ദ്രം ഇല്ലാതാവുമ്പോൾ ഊർജം
മറ്റൊരു കേന്ദ്രത്തെ ആശ്രയിക്കുന്നു. ഇവിടെയാണ് റേക്കിയുടെ പ്രത്യേകത. നാം കണ്ണടച്ച് റേക്കി ചെയ്യുമ്പോൾ കൈകൾക്ക് കൂടുതൽ ശക്തി, പ്രവാഹം വന്നു ചേരുന്നു എന്നുള്ളതാണ്. ഓൾമോസ്റ്റ് എല്ലായ്പ്പോഴും തന്നെ നമ്മളുടെ കയ്യിലൂടെ ഹീലിംഗ് പവർ ഒഴുകിക്കൊണ്ടാണ് ഇരിക്കുന്നത്. എല്ലാ മനുഷ്യരിലും അത് ഉള്ളതാണ്. അത് ഏതെങ്കിലും മാർഗത്തിലൂടെ തുറന്ന് അതേക്കുറിച്ച് ബോധ്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരാൾക്ക് നല്ലൊരു ഹീലറായി തീരാൻ സാധിക്കും. റേക്കി കൈകളിലൂടെ ചാനലൈസ് ചെയ്യാൻ വളരെ പെട്ടെന്ന് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞു വരുന്ന ഈ വ്യായാമം പരിശീലിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് തലയില്ലാതെ നമ്മൾ ഒരു ധ്യാനം പരിശീലിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നിശ്ചലതയുടെ പരിശീലനം. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അപരിചിതമായ ഒരനുഭവം നിങ്ങൾക്ക് ഉണ്ടാകും. ജീവിതത്തിൽ ആദ്യമായി നിങ്ങൾ ഹൃദയത്തിലെത്തി ഹൃദയത്തിനകത്ത് എത്തപ്പെട്ടതുപോലെ നിങ്ങൾക്ക് തോന്നും. ശിരസിലൂടെ അതില്ലാത്ത അവസ്ഥയിലൂടെ നടക്കുക, വെറുതെ സഞ്ചാരം. ധ്യാനിക്കാനിരിക്കുമ്പോൾ കണ്ണടച്ച ശേഷം തലയില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്ന മാത്രയിൽ തന്നെ എൻ്റെ തല കാണാനില്ല എന്ന് കരുതുക. ആദ്യം അത് ഇല്ല എന്ന ഒരു തോന്നൽ പോലെ ആയിട്ടാണ് അനുഭവവേദ്യമായി തീരുകയുള്ളൂ. എന്നാൽ ക്രമേണ തല ശരിക്കും അപ്രത്യക്ഷമാകും. അത് അപ്രത്യക്ഷമായിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്യും. എപ്പോൾ ഈ ശിരസ് അപ്രത്യക്ഷമായതായി അനുഭവപ്പെടുന്നുവോ അപ്പോൾ നിങ്ങളുടെ കേന്ദ്രം താഴെയുള്ള ഹൃദയത്തിലേക്ക് മാറും. എല്ലാ ഊർജ മണ്ഡലങ്ങളും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് മാറാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ നിങ്ങൾ ലോകത്തെ കാണുന്നത് ഹൃദയത്തിലൂടെയായിരിക്കും, തലയിലൂടെ ആയിരിക്കുകയില്ല ആ സമയത്ത്. അങ്ങനെ ഹൃദയത്തിലൂടെ ഈ ലോകത്തെ വീക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു വിസ്മയ കാഴ്ചകളായിട്ട് എല്ലാം തന്നെ അനുഭവപ്പെട്ടു തുടങ്ങും. പാശ്ചാത്യർ ആദ്യമായി ജപ്പാനിൽ വന്നപ്പോൾ അവിടെയുള്ളവർ പരമ്പരയായി വിശ്വസിച്ചു പോന്നത് ഉദരം കൊണ്ടാണ് ചിന്തിക്കുക എന്നായിരുന്നു. അതായത് മനസ്സ് മണിപൂരകത്തിലാണ് എന്നാണ് കിഴക്കിൻ്റെ സങ്കല്പം. പടിഞ്ഞാറൻ സങ്കല്പമാണ് ബുദ്ധിയും മനസ്സും തലയിൽ ആണ് എന്നുള്ള യാഥാർത്ഥ്യത്തിൽ, മൂഢവിശ്വാസത്തിൽ ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നൂറ്റാണ്ടുകൾ പിന്നിട്ട് കഴിഞ്ഞിട്ടും ജപ്പാൻ തലയില്ലാതെ ജീവിച്ചു കൊണ്ടിരിക്കുകയായി. നിങ്ങളുടെ ചിന്ത എവിടെയാണ് എന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ജപ്പാൻകാരോട് ചോദിച്ചാൽ അവർ പറയും, അവർ ചൂണ്ടുന്നത് വയറിന് നേരെയായിരിക്കും. അപ്പോൾ ജപ്പാൻകാരുടെ മനസ്സ് കൂടുതൽ പ്രശാന്തവും വിശാലവും സ്ഥിരവുമാകാൻ ഒരു കാരണം ഇതാകാം. പടിഞ്ഞാറിൻ്റെ അതിപ്രസരം കാരണം ഈ അവസ്ഥയ്ക്ക് ഇളക്കം തട്ടിയിരിക്കുന്നു. ഇപ്പോൾ കിഴക്കുദേശം എന്നൊന്നില്ല, അങ്ങിങ്ങ് ഒറ്റപ്പെട്ടു കിടക്കുന്ന ദ്വീപുകളെ പോലെ ചില വ്യക്തികളിൽ മാത്രമേ കിഴക്ക് നിലനിൽക്കുന്നുള്ളൂ. ഭൂമിശാസ്ത്രപരമായി തന്നെ കിഴക്ക് അപ്രത്യക്ഷമായിരിക്കുന്നു. ഇന്ന് ലോകമിത്രയും പടിഞ്ഞാറാണ്. ഗ്ലോബലൈസേഷൻ്റെ ഒരു
പ്രത്യാഘാതം എന്ന് വേണമെങ്കിൽ അതിനെ നമുക്ക് നിർവചിക്കാം. അപ്പോൾ നിശിരസ്കൃത, അതായത് തലയില്ല എന്ന് ഒന്നുള്ള ആ ഒരു ധ്യാന പരിശീലനം നമുക്ക് പരിശീലിച്ച് നോക്കാം. കുളിമുറിയിലോ നിലക്കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ധ്യാനിക്കുക. ആദ്യമായിട്ട് സ്വന്തം കണ്ണുകളിലേക്ക് ആഴത്തിൽ നോക്കിക്കൊണ്ട് ഹൃദയത്തിൽ നിന്നാണ് നോക്കുന്നത് എന്ന് ചിന്തിക്കുക. ഹൃദയത്തിൽ കൂടി നിങ്ങളെ തന്നെ നോക്കുന്നതായിട്ടുള്ള അനുഭൂതിയിൽ നിലയുറപ്പിക്കുക. പതുക്കെ പതുക്കെ ഹൃദയകേന്ദ്രം പ്രവർത്തനക്ഷമമാകും. ഹൃദയം പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അത് നിങ്ങളുടെ മുഴുവൻ വ്യക്തി സത്തയെയും മുഴുവൻ ഘടനയെയും മുഴുവൻ പടുതിയെയും മാറ്റിത്തീർക്കും. എന്തെന്നാൽ ഹൃദയത്തിൻ്റെ രീതി അതിൻ്റേത് മാത്രമാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ശിരസില്ലായ്മ പരീക്ഷിക്കുക. രണ്ടാമത് കൂടുതൽ സ്നേഹശീലനാവുക. കാരണം സ്നേഹത്തിന് തലയിലൂടെ പ്രവർത്തിക്കാൻ കഴിയില്ല. കൂടുതൽ സ്നേഹിക്കുക. അതുകൊണ്ടാണ് പ്രേമത്തിൽ അകപ്പെടുന്നവർക്ക് തല നഷ്ടപ്പെടുന്നത്. അയാൾക്ക് സമനില തെറ്റിയെന്ന് ജനം പറയും. പ്രേമത്തിലാകുന്നതോടൊപ്പം ഭ്രാന്താവുക കൂടി ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും പ്രേമിക്കുന്നില്ലെന്ന് പറയാം. തല നഷ്ടപ്പെട്ടാൽ മാത്രമാണ് പ്രണയത്തിൻ്റെ പൂർത്തീകരണം സംഭവിക്കുകയുള്ളൂ. തല അവിടെ തന്നെ ഇരുന്നാൽ സാധാരണ മട്ടിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ സ്നേഹം അസാധ്യമാണ്. അതൊരു മെക്കാനിക്കലായിരിക്കുന്നത്. അസാധ്യമാണത് സ്നേഹം. കാരണം സ്നേഹിക്കാൻ തലയുടെ പ്രവർത്തനമല്ല, ഹൃദയത്തിൻ്റെ സാന്നിധ്യമാണ് ആവശ്യം. അത് ഹൃദയത്തിൻ്റെ ധർമ്മങ്ങളിൽ ഒന്ന് മാത്രവുമാണ്. വളരെ യുക്തിസഹമായി പെരുമാറുന്ന ഒരു മനുഷ്യൻ സ്നേഹത്തിൽ അകപ്പെടുമ്പോൾ അയാൾ വിചാരശൂന്യനാകുന്നു എന്നത് സംഭാവ്യമാണ്. താൻ ചെയ്യുന്നത് എന്ത് ആലോചനയില്ലായ്മയാണ്, വിഡ്ഢിത്തമാണ് എന്ന് അയാൾക്ക് തന്നെ തോന്നും. താൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അയാൾ ജീവിതത്തെ രണ്ടായി ഭാഗിക്കുന്നു, ഒരു വിഭജനം സൃഷ്ടിക്കുന്നു. ഹൃദയം മൂകമായ ഗാഢസൗഹൃദത്തിൽ ആകുന്നു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അയാൾ ഹൃദയത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നു. അയാൾ ലോകത്തിൽ ജീവിക്കുന്നത് തലകൊണ്ടാണെങ്കിൽ ഹൃദയത്തിലേക്ക് തിരിച്ചു വരുന്നത് സ്നേഹിക്കുമ്പോഴാണ്. എന്നാൽ അത് പ്രയാസമുള്ള കാര്യവുമാണ്. അത് വളരെ ബുദ്ധിമുട്ടുള്ളതുമാണ്. സാധാരണയായി അത് സംഭവിക്കാൻ സാധ്യതയില്ല. ഒരു ഹൈക്കോടതിയിലെ ന്യായാധിപനായ സുഹൃത്തിനോടൊന്നിച്ച് താമസിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്ന് പറഞ്ഞു, എനിക്കൊരു പ്രശ്നമേ താങ്കളോട് പറയാനുള്ളൂ, താങ്കൾക്കെന്നെ സഹായിക്കാനാവുമോ? എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ ഭർത്താവ് താങ്കളുടെ സുഹൃത്താണ്, അദ്ദേഹം നിങ്ങളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് താങ്കളൊരു കാര്യം പറഞ്ഞാൽ, അദ്ദേഹത്തോടൊരു കാര്യം പറഞ്ഞാൽ ഉപകാരമായിരുന്നു. ഞാൻ ചോദിച്ചു അവരോട് എന്താണ് പറയേണ്ടത്, പറയാൻ പറഞ്ഞു. അവർ പറഞ്ഞു, അദ്ദേഹം കിടപ്പുമുറിയിലും ഒരു ഹൈക്കോടതി ജഡ്ജി തന്നെയായി പെരുമാറുന്നു. എന്നോടൊരിക്കലും ഒരു കാമുകനോ സുഹൃത്തോ ഭർത്താവോ ആയി പെരുമാറിയിട്ടില്ല. 24 മണിക്കൂറും അദ്ദേഹം ഒരു ഹൈക്കോടതി ജഡ്ജി തന്നെയാണ്. നമ്മൾക്കെല്ലാം ഒരു മാസ്ക് നമ്മൾ ധരിക്കുന്നു, പേഴ്സണൽ മാസ്ക്, ഒരു ഐഡൻറ്റിറ്റി. ഈ ഐഡൻറ്റിറ്റി നമ്മളുടെ വ്യക്തി ജീവിതത്തിൽ 100% പ്രാവർത്തിപ്പിക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളുമായി വന്നു ചേരുന്നത്. അത് പ്രവർത്തിക്കേണ്ട മേഖലയിൽ മാത്രമേ അത് ഉപയോഗിക്കാവൂ. അപ്പോൾ ഇത് വളരെ പ്രയാസമാണ്. നമുക്ക് തല നിലനിൽക്കുന്നിടത്തോളം കാലം
നാം എപ്പോഴും ജഡ്ജി ആയിരിക്കും, അല്ലെങ്കിൽ പുരോഹിതനായിരിക്കും, ഇല്ലെങ്കിൽ ടീച്ചറായിരിക്കും. വീട്ടിലാണെങ്കിലും കുട്ടികളുടെ ഇടയിലാണെങ്കിലും അപ്പോൾ ഇത് സ്വന്തം ഉന്നത പീഠത്തിൽ നിന്നിറങ്ങി വരാതെ അത് വരിക പ്രയാസമാണ്. അതൊരു സ്ഥിരം സ്വഭാവമായി ഒരു വ്യക്തിയിൽ രൂഢമൂലമാകുന്നു. അപ്പം നിങ്ങളൊരു വ്യവസായി ആണെങ്കിൽ കിടക്കയിലും നിങ്ങളൊരു വ്യവസായി തന്നെയായിരിക്കും. രണ്ട് വ്യക്തികൾ ഉള്ളിലിടം നൽകാൻ, രണ്ട് വ്യക്തികൾക്കുള്ള പേഴ്സണാലിറ്റിക്കുള്ള ഇടം നൽകാനുള്ള ആ ഒരു കഴിവ് നിങ്ങൾക്കുണ്ടായിക്കൊള്ളണമെന്നില്ല. അത് പ്രയാസമാണ്. അപ്പോൾ നിങ്ങളുടെ ചിട്ടുകൾ പൂർണ്ണമായും വേഗത്തിലും ആണെന്നും തോന്നുമ്പോഴൊക്കെയും അത് മാറ്റിയെടുക്കുക അത് എളുപ്പമല്ല, അത് പ്രയാസമായിരിക്കും. എന്നാൽ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസിൽ നിന്ന് താഴോട്ടിറങ്ങി വന്നേ തീരുകയുള്ളൂ. അതുകൊണ്ട് ഈ ധ്യാനത്തിൻ്റെ ആവശ്യത്തിലേക്ക് കൂടുതൽ സ്നേഹശീലനാകാൻ ശ്രമിക്കണം. കൂടുതൽ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളെ ഗുണാത്മകമായി പരിവർത്തനം ചെയ്യണമെന്നാണ്. അതിനെ സ്നേഹത്തിൽ അധിഷ്ഠിതമാക്കണമെന്നാണ്. നിങ്ങളുടെ ഭാര്യയോടോ കുട്ടിയോടോ സുഹൃത്തിനോടോ മാത്രമല്ല, ജീവിതത്തെ തന്നെ അതേപടി സ്നേഹസാന്ദ്രമാക്കുക. മഹാവീരനും ബുദ്ധനും അഹിംസയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദേശം ജീവിതത്തോട് സ്നേഹപൂർണമായും ആയ ഒരു കാഴ്ചപ്പാട് സൃഷ്ടിക്കുക എന്നത് മാത്രമായിരുന്നു. മഹാവീരൻ നീങ്ങുമ്പോഴും നടക്കുമ്പോഴും ഒരു ഉറുമ്പിനെ പോലും കൊല്ലരുതെന്ന ബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്തുകൊണ്ട് ആണ്? വാസ്തവത്തിൽ ഉറുമ്പിനതൊരു പ്രശ്നമേയില്ല. മഹാവീരൻ തലയിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഇറങ്ങി വരികയും തദ്വാര ജീവിതത്തെ ആകമാനം സ്നേഹസാന്ദ്രമായ കാഴ്ചപ്പാടിൽ സൃഷ്ടിച്ചെടുക്കുകയുമാണ്. അതുപോലെ നിങ്ങളുടെ വ്യക്തിബന്ധങ്ങൾ ഓരോന്നും കൂടുതൽ സ്നേഹത്തിൽ അധിഷ്ഠിതമാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ആ ദർശനത്തിൻ്റെ ഫിലോസഫിയുടെ സൂത്രാംശം. അപ്പോൾ ഈ തലയിൽ നിന്ന് ഹൃദയത്തിലേക്ക് നോക്കിയുള്ള ധ്യാനത്തിലൂടെ മാത്രമേ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഹൃദയകേന്ദ്രം കൂടുതൽ സുഗമമായി പ്രവർത്തിക്കാൻ തുടങ്ങും. ആ സമയത്ത് അത് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ മറ്റു കണ്ണിലൂടെയാകും ലോകത്തെ കാണുക. കാരണം ഹൃദയം ലോകത്തെ നോക്കിക്കാണുന്നത് അതിൻ്റേതായ രീതിയിലാണ്. അപ്പോൾ ഹൃദയത്തിൽ ഒരു കണ്ണ് നമുക്ക് ഉണ്ട്, അക്ഷി. അത് വളരെ ബൃഹത്തായിട്ടുള്ള കണ്ണാണ് ഹൃദയത്തിലുള്ളത്. അപ്പോൾ ലോകത്തെ വിശകലനം ചെയ്യാൻ കഴിയുന്നത് ഒരു സമഭാവനയോടുകൂടിയായിരിക്കും. ഹൃദയം സമന്വയിപ്പിക്കുമ്പോൾ മനസ്സിൽ കഴിയുന്നത്, സമന്വയിപ്പിക്കുമ്പോൾ മനസ്സിൻ്റെ ആ ഉള്ളിൽ നിന്ന് വരുന്നത് സ്നേഹത്തിൻ്റെ ഒരു പ്രസരണമായിരിക്കും. അവിടെ വിഭജനത്തിന് സ്ഥാനം ഉണ്ടായിരിക്കില്ല. മനസ്സിൻ്റെ ധർമ്മം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഭജനമാണ്. ഹൃദയത്തിന് മാത്രമേ ഐക്യരൂപം വരുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു യൂണിക് കോൺസെപ്റ്റിലേക്ക് എത്തിച്ചേരാൻ തലയില്ലാത്ത ധ്യാനം പരിശീലിക്കുക എന്നുള്ളതാണ്. ഹൃദയത്തിൻ്റെലൂടെ പുറത്തേക്ക് നോക്കാൻ കഴിയുമെങ്കിൽ പ്രപഞ്ചം മുഴുവൻ ഒരൊറ്റ ഏകകമാണെന്ന്, ഒരേക ശിലാഖണ്ഡമാണെന്ന് തോന്നും. മനസ്സിലൂടെ സമീപിക്കുമ്പോൾ ലോകം മുഴുവനും അംശങ്ങളും ശകലങ്ങളുമായി തോന്നും. അവിടെ ഐക്യരൂപം ഇല്ല, പരമാണുക്കൾ മാത്രമേയുള്ളൂ എന്ന് തോന്നും. ഹൃദയത്തിൽ അവിഛിന്നതയും അതിൻ്റെ അനുഭൂതിയും നൽകാൻ കഴിയും. അത് കൂട്ടിച്ചേർക്കുകയും ചെയ്യും.
അതിൽ നിന്നുണ്ടാവുന്ന പരമമായ സമന്വയം ദൈവമാണ്, ദൈവീകതയാണ്. നിങ്ങൾക്ക് ഹൃദയത്തിലൂടെ നോക്കാൻ കഴിയുമെങ്കിൽ പ്രപഞ്ചമത്രയും ഒന്നാണെന്ന് തോന്നും. ആ ഐക്യം, ഏകത്വം ദൈവീകതയാണ്. അതുകൊണ്ടാണ് ശാസ്ത്രത്തിനൊരിക്കലും ദൈവത്തെ കണ്ടെത്താനാകാതെ പോയിട്ടുള്ളത്. അത് അസാധ്യമായതിന് കാരണം ഉപയോഗിക്കുന്ന രീതിശാസ്ത്രം ആത്യന്തികമായ ഏകത്തെ കണ്ടെത്താൻ അപര്യാപ്തമായതാണെന്നത്രേ. ശാസ്ത്രത്തിൻ്റെ രീതി, യുക്തിയും വിശകലനവും വിഭജന വിശ്ലേഷണങ്ങളുമാണ് അതിനെ ശാസ്ത്രം തന്മാത്രകളിലേക്കും പരമാണുക്കളിലേക്കും ആലക്തികങ്ങളിലേക്കുമെല്ലാം എത്തുന്നു. അവ വീണ്ടും വീണ്ടും വിഘടിച്ചുകൊണ്ടിരിക്കും. അവയ്ക്കൊരിക്കലും പൂർണ്ണതയുടെ ജൈവൈക്യത്തിൽ വന്നെത്താൻ കഴിയില്ല. പൂർണ്ണതയെ നോക്കിക്കാണേണ്ടത് ശിരസ്സിലൂടെ അത് അസാധ്യമാണ്. ഹൃദയത്തിലൂടെ നോക്കിക്കാണുമ്പോൾ മാത്രമാണ് ഈ വിശ്വബ്രഹ്മത്തെ, വിശ്വരൂപത്തെ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ എത്തപ്പെടുന്ന ഒരു ഫിലോസഫി റെയ്ക്കിയിലൂടെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. അതിനുള്ള അവസരമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിത്ത് ലവ് ലൈറ്റ് റെയ്ക്കി. ശിരസിൽ നിന്ന് ഹൃദയത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൈകൾക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ശക്തി, സാന്നിധ്യം അനുഭവപ്പെടും. അതുപോലെ ഹൃദയത്തിൽ നിന്നും പുറത്തു വരുന്ന 5 കോഡുകൾ, പാസ്റ്റ് ലൈഫ് കോഡ്, റിലേഷൻഷിപ്പ് കോഡ്, ജനറ്റിക് കോഡ്, സോൾ കോഡ്, റിലേഷൻഷിപ്പ് വിത്ത് അതർ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് നേച്ചർ ബീയിങ്സ് എന്നിങ്ങനെ 5 കോഡുകളുണ്ട്. അത് നിങ്ങളുടെ കൈകളിലേക്ക് വളരെ വേഗത്തിൽ പ്രസരിക്കും. അതിലൂടെയായിരിക്കും പിന്നീട് ഈ ശക്തി കൂടുതലായിട്ട് ഒഴുകാൻ തുടങ്ങുന്നത്. അപ്പോൾ നാം റെയ്ക്കി ഇൻവോക്ക് ചെയ്തതിന് ശേഷം വെറുതെ തലയില്ലാതെ ഹൃദയത്തിൽ മാത്രം ശ്രദ്ധ നിലനിർത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു രോഗശാന്തിക്കാരനോ രോഗശാന്തിക്കാരിയോ ആയിത്തീരാൻ സാധിക്കും. അതിനുള്ള ജപം അനാഹതാജ്ഞ നിലയ ശ്യാമാഭ വദനദ്വയ, അനാഹതാജ്ഞ നിലയ ശ്യാമാഭ വദനദ്വയ, അനാഹതാജ്ഞ നിലയ ശ്യാമാഭ വദനദ്വയ എന്നിങ്ങനെ നിങ്ങൾ വെറുതെ മന്ത്രിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വിശ്വപ്രപഞ്ചത്തെ അതിൻ്റേതായിട്ടുള്ള സാർത്ഥകമായ അംശത്തിലൂടെ നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കും. അതിനുള്ള ഭാഗ്യം റെയ്ക്കിയിലൂടെ വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.